ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റവ കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ആക്കി സെറ്റ് ചെയ്ത് വെക്കണേ. അപ്പോഴേ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അര മുതൽ 3/4 കപ്പ് വരെ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. 2 പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് ഉള്ളതാണ്. പിന്നെ ചെറിയൊരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും ഫ്രൈ ചെയ്യാനുള്ള ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ റവയും തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് റവ ഇട്ട് കൊടുക്കുക, അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും റവ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. പിന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇത് കുഴച്ച് വരുമ്പം ഇത് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റവ ചേർത്ത് കൊടുക്കാം. കാരണം ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഇത് ലൂസായിട്ട് തോന്നാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് അത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്യാം. ഞാൻ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് എടുക്കുന്നത്. ഇനി ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ കട്ട്ലേറ്റുകൾ ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളൊന്നും വെന്ത് കിട്ടുകയില്ല.
അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും എടുത്ത് മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂവിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.